ടി.വി. പ്രസാദിലേക്ക് പോവുകയാണ്. ടി.വി. പ്രസാദ്, ആ ദിവസങ്ങൾ, അതായത് മെസ്സി വരും, അർജന്റീന ടീം വരും എന്നൊക്കെ നമ്മൾ മുഴുവൻ മാധ്യമങ്ങളടക്കം വാർത്ത കൊടുക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു കേരളം അത് കേട്ടിരുന്നത്? എത്രത്തോളം സന്തോഷത്തോടെയായിരുന്നു അത് സ്വീകരിച്ചിരുന്നത് നമ്മൾ കണ്ടതാണ്. എത്രത്തോളം ആവേശമായിരുന്നു, അതായത് ആ വരവ് കാത്തിരിക്കുകയായിരുന്നു. ഓരോരുത്തരും ചോദിക്കുന്നത്, ടിക്കറ്റ് അടക്കം കിട്ടാനുള്ള സാധ്യതകൾ അടക്കം തേടുന്ന ആൾക്കാരെ നമ്മളോടക്കം പലരും ചോദിക്കുന്ന ആൾക്കാർ നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും, എത്രത്തോളം ആവേശമാണ് ആ കേരളം കണ്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. ആ സമയത്ത് ഇതിപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു നിർത്തിയ പോലെ തന്നെ ഈ എന്തുകൊണ്ടാണ് മെസ്സിക്ക് അല്ലെങ്കിൽ മെസ്സി അർജന്റീന ടീം വരാതിരുന്നത് എന്നതിന്റെ കാരണം അതിന്റെ പഴി കേട്ടുകൊണ്ടിരിക്കുമ്പോഴും കൃത്യമാണ് അത് അവർക്ക് വരാൻ പറ്റാത്തതിന്റെ, അവർക്ക് അസൗകര്യമുണ്ടായതിന്റെ കാരണം കൊണ്ട് മാത്രമാണ് എന്നുള്ളത്. പക്ഷെ അപ്പോഴും അവർക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുന്നതാണ് ഈ ഇമെയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്, എഫ്ഐയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ടി.വി. പ്രസാദ്, ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത്, മെസ്സി വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനത തന്നെയാണ്, കേരളം ഇപ്പോഴും കാത്തിരിക്കുന്നു, അങ്ങനെ തന്നെയാണ്? ശ്രുതി, ഇത്രയേറെ തെളിവുകൾ പുറത്തേക്ക് വരുമ്പോഴും, ഇത്രയേറെ രേഖകൾ പുറത്തേക്ക് വരുമ്പോഴും, പ്രധാനമായും നേരത്തെ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ചാൽ ആകെ തോന്നുക ഇതിനു വേണ്ടി ഒരു നീക്കവും ഇവിടെ നിന്ന് നടത്തിയിട്ടില്ല എന്നും, ഈ പറയുന്ന പണം കൊടുത്തിട്ടില്ല, കരാറുണ്ടാക്കിയിട്ടില്ല, എല്ലാം വ്യാജമായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായൊരു ശ്രമമാണ് നടത്തിയത് എന്നുള്ളതാണ് ഈ രേഖകൾ പുറത്തേക്ക് വരുമ്പോൾ മനസ്സിലാകുന്നത്. അതിൽ തന്നെ പൊളിഞ്ഞുപോയ ഒരു കാര്യമുണ്ട്. അതായത് ശ്രുതി, 126 കോടി രൂപ കൊടുത്തതിന് എവിടെ തെളിവ് എന്നൊരു ഭാഗത്ത് ചോദിക്കുമ്പോൾ തന്നെ ഇതേ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ധനകാര്യ വകുപ്പിലെ GST സംവിധാനം 126 കോടി രൂപ കൊടുത്തതിൻ്റെ GSTക്ക് വേണ്ടി നോട്ടീസ് അയക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ഒരു വിഭാഗം ധനകാര്യ വിഭാഗത്തിന് കീഴിൽ വരുന്ന GST പണം കൊടുത്തു എന്ന് ഉറപ്പിച്ച് അതിൻ്റെ പേരിലുള്ള GST എവിടെ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ മറുഭാഗത്ത് അങ്ങനെ 126 കോടി രൂപ കൊടുത്തു എന്നതിന് തെളിവോ രേഖയോ ഇല്ല എന്ന് കായിക വകുപ്പ് സെക്രട്ടറി റിപ്പോർട്ടിന്റെ ഭാഗമായി പറയുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഇങ്ങനെ ഒരു രേഖയേ ഇല്ല, അങ്ങനെ ഒരു കടലാസേ ഇല്ല എന്ന് പറയുന്നതിന് ഒപ്പമാണ് ഇന്നിപ്പോൾ രാവിലെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനും തമ്മിലുള്ള കരാറിന്റെ രേഖകൾ പുറത്തേക്ക് വിട്ടത്. അതുകൂടാതെ SBI വഴി തന്നെ 126 കോടി രൂപ കൈമാറിയതിന്റെ രേഖകളും ഇന്ന് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടോ അതിന്റെ തുടർച്ചയായിട്ടോ ആണ് ഇപ്പോൾ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന്റെ ലീഗൽ അഡ്വൈസർ ആയിട്ടുള്ള, അവരുടെ വക്കീലായിട്ടുള്ള ആൾ നമുക്ക് അയച്ചിട്ടുള്ള മെയിൽ കൂടി പുറത്തേക്ക് വരുന്നത്. അതായത് ഒരു ചർച്ച ആവശ്യമാണ് എന്നുള്ളതാണ്. ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ പാടില്ല, ഇനിയും കളിക്കാനുള്ള താല്പര്യമുണ്ട്, അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. കാരണം അവർ പണം വാങ്ങിയിട്ടുണ്ട്, അവർ വരാൻ കഴിയാത്തത് അവരുടെ വീഴ്ചയാണ് എന്ന് സമ്മതിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ മെയിലും പുറത്തേക്ക് വരുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, വളരെ കൃത്യമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി റിപ്പോർട്ടർ പുറത്തുവിടുന്ന വാർത്തകൾ അത് സർക്കാരിനും അതുപോലെ മുഖ്യമന്ത്രി വി ഡി സതീശനും അലോസരമുണ്ടാക്കുന്നു എന്നുള്ള ഘട്ടത്തിലാണ്. വി ഡി സതീശന്റെ സന്തത സഹചാരിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിൽ നിന്ന് 136 ഗ്രാം MDMA പിടിച്ചതിന് പിന്നാലെ ഇവിടെ കടലിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ടുള്ള വിവാദം ഉയർന്നു നിൽക്കുന്നതിനിടയിൽ ഇങ്ങനൊരു വ്യാജമായ റിപ്പോർട്ടുണ്ടാകുന്നതും ഈ രീതിയിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ ആക്രമിക്കാനുള്ള സംഘടിതമായ ഒരു നീക്കമുണ്ടാകുന്നതും ശ്രുതി. തീർച്ചയായിട്ടും. ടി.വി. പ്രസാദ്, തുടരുക. VS രഞ്ജിത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. VS രഞ്ജിത്ത്, ഈ ഇമെയിലിൽ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് ഫുട്ബോൾ മത്സരത്തിനായി മറ്റൊരു തീയതി നിശ്ചയിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന AFA മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്ക് ഇനി, അതായത് ഒരു സാധ്യത നമ്മുടെ മുന്നിൽ ഇപ്പോഴുമുണ്ട്, മെസ്സിയെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അർജന്റീനയെ കൊണ്ടുവരാൻ, ആ ടീമിനെ കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ എന്ന്. പക്ഷേ ാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വിവാദങ്ങൾ, ഈ പുകമറ സൃഷ്ടിക്കലൊക്കെ അതിന്റെ ഒരു സാധ്യത കൂടിയല്ലേ മങ്ങലേൽപ്പിക്കുന്നത്? ശ്രുതി, ഇതിൽ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മെസ്സിയെ കൊണ്ടുവരണമെന്ന് കായിക കേരളം ആഗ്രഹിക്കുന്നുണ്ട്, കായിക പ്രേമികൾ ആഗ്രഹിക്കുന്നുണ്ട്, ഫുട്ബോൾ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിനനുസരിച്ചാണ് കേരള സർക്കാർ പ്രവർത്തിക്കുന്നതെങ്കിൽ മെസ്സിയെ കൊണ്ടുവരാനുള്ള നീക്കത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എടുത്തു വെച്ചുള്ള ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അതിനുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഇനി അതല്ല, മറ്റൊരു സ്പോൺസറെ കണ്ടെത്താനാണെങ്കിലും സർക്കാരിന് സാധിക്കും. ഈ കഴിഞ്ഞ സ്പോൺസർമാർ ചെയ്തു വെച്ച കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുമായി മുന്നോട്ട് പോകണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ കായിക കേരളത്തിന്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച്, കായിക കേരളം ആഗ്രഹിക്കുന്നതിനനുസരിച്ച് നിലകൊള്ളാനല്ല, ഏതെങ്കിലും തരത്തിൽ ഒരു മാധ്യമ സ്ഥാപനത്തെ
വേട്ടയാടാനുള്ള ഒരു ആയുധമായി, ഒരു ഉപകരണമായി ഈ ഘട്ടത്തിൽ ഈ കരാറിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പഴുതുകൾ അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ നിന്നുപോയി എന്ന് കരുതിയ ഈ മെസ്സിയുടെ വരവും ഈ മെസ്സിയുടെ മാച്ചുമൊക്കെ അത് അതുമായി ബന്ധപ്പെട്ട് അത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എവിടെ വരെ എത്തി എന്നുള്ളത് അന്വേഷിക്കുകയാണ് വേണ്ടത്. ഈ കൊടുത്ത 126 കോടി രൂപ ആ തുകയിൽ നിന്നുകൊണ്ട് വീണ്ടും അവരെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഇത് കൊടുത്തിട്ടില്ല എന്ന് തെളിയിക്കാനോ ഇവിടെ എന്തെങ്കിലും തട്ടിപ്പ് നടന്നു എന്ന് തെളിയിക്കാനോ അല്ല ശ്രമിക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുകളാണ് സർക്കാർ പുറത്തുവിടേണ്ടത്. സർക്കാർ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ എല്ലാ തെളിവുകളും ഇപ്പോൾ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി തന്നെ പുറത്തുവിട്ട് കഴിഞ്ഞു. അത് പണം കൊടുത്തതിൻ്റെ തെളിവുകളാണെങ്കിലും ഈ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തെളിവുകൾ എല്ലാം പുറത്തുവിട്ട് കഴിഞ്ഞു. ഇനി പന്ത് സർക്കാരിൻ്റെ കോർട്ടിലാണ്. മെസ്സിയെ കൊണ്ടുവരാൻ സർക്കാർ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ? കായിക കേരളത്തിന്റെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കാൻ കായിക വകുപ്പ് മന്ത്രിയും കേരളത്തിന്റെ യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയും ഒക്കെ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറുണ്ടെങ്കിൽ ഈ കരാറുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രകടിപ്പിച്ചിട്ടുള്ള സന്നദ്ധത അത് ഉപയോഗപ്പെടുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കേണ്ടത്. യെസ്, അതാണ് രഞ്ജിത്ത് പറഞ്ഞതാണ് ആ പോയിന്റ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അർജന്റീന ടീം മെസ്സി കേരളത്തിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴുണ്ടാക്കുന്ന വിവാദം അത് അവർക്ക് അങ്ങനെയുള്ള ആവശ്യമേ അല്ല. അത് മെസ്സി വരുമോ അല്ലെങ്കിൽ അർജന്റീന വരുമോ എന്നുള്ളതേ അല്ല, അവർക്ക് റിപ്പോർട്ടറിനെ ആക്രമിക്കുക എന്നുള്ളത് വ്യക്തമാവുകയാണ്. ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടതും ഈ മെസ്സി വിവാദത്തിൽ AFAയുടെ നിലപാട് അത് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഇമെയിലാണ് പുറത്തുവിട്ടത്. വിശദാംശങ്ങളാണ് TV പ്രസാദും ഒപ്പം VS രഞ്ജിത്തും നൽകിയത്.